ഗൈസ്, അപ്പോൾ നമ്മൾ ലപ്പൂപ്പൂനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എനിക്കൊരു പില്ലോ വേണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ആയിരുന്നു എത്തി. ഫ്ലവർ പില്ലോ ആണ് സംഭവം. അതൊരു നല്ല രസമാണ്, നമ്മൾക്ക് കിടന്നുറങ്ങാം. പിന്നെ ഇന്നായിരുന്നല്ലോ നമ്മുടെ ലപ്പൂപ്പൂനെ കിട്ടത്. ലപ്പൂപ്പു നമുക്ക് കുറച്ച് ഷീഡിലായിരുന്നു. ഒരു ബ്ലൂ ഷീഡ്, പിങ്ക് ഷീഡ്, പർപ്പിൾ ഷീഡ്, പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ഗ്രീൻ കളർ വരുന്നുണ്ട്. ലൈറ്റായിട്ട് ബ്ലൂ നമുക്ക് തോന്നുന്ന ഒരു ചെറിയ ഗ്രീൻ കളറാണ്, പക്ഷേ ശരിക്കും ഇത് ബ്ലൂ ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്കിപ്പോഴാണ് തലയ്ക്കൊരു ബുദ്ധി ഈ ഒരെണ്ണത്തിൽ തോന്നിയത്. ഞാൻ ഇന്നെന്താ ഇതൊന്നും വിചാരിക്കാൻ പിന്നീട് തോന്നി. അപ്പോഴും ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ലപ്പൂപ്പിനൊരു ബെഡ് വേണം. ഞാൻ കുറേ ആലോചിച്ചപ്പോൾ അത് ആണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ലപ്പൂപ്പിൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. ലപ്പൂപ്പിന് ഇഷ്ടമാണ് ഇവരെയാണ്. പിന്നെ ലപ്പൂപ്പിനെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കുഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് കീച്ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലപ്പൂപ്പ് തന്നെയാണല്ലോ നമ്മുടെ പിന്നെ ലെക്കല്ലയുടെ ശരിക്കുള്ള ലബൂബിനെ കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് ലബൂബ് ആയതുകൊണ്ടാണ് ശരിയൊക്കെ നിങ്ങൾ ഡെലിവേഡ് കളറൊക്കെ പല്ല് ഒരെണ്ണം മനഃപൂർവ്വം അവതരിപ്പിച്ചത് പല്ലൊക്കെ അതൊന്നാണ്. പിന്നെ ഇതിൻ്റെ പല്ല് കണ്ണൂക്കുകയാണ് ചില സമയത്ത്. ഞാൻ ഉറക്കത്തിന് എനിക്ക് നോക്കുമ്പോൾ നമുക്ക് പേടി കിട്ടില്ല. ഞാൻ ഇതൊരിക്കലും പേടി വന്നിട്ടില്ല. ഒരു പറയുന്നത് ഈ ഒരു ഡബിൾ ടോയാണ് നമ്മുടെ ലാപ്ടോപ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേയൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ട് ഇതൊരു ഡബിൾ ടോയാണ്. പിന്നെ ഇതൊരു സുഡിപ്പെരിറ്റി ബാഗിൽ കീച്ചീനായിട്ട് കീക്കിയതുകൊണ്ടാണ് ഇത് ഇത്രയും പൈസ കൂടിയതെന്നാണ്. എന്തായിട്ട് അങ്ങനെ എന്നാണ് എൻ്റെ അപ്പോഴും ഇത് കുഞ്ഞു മക്കളെ ഇപ്പോൾ ഇത് വാങ്ങിക്കൊടുക്കുന്നത് കഴിഞ്ഞ വഴി ഒരു പറഞ്ഞത് ഗിഫ്റ്റ് വേൾഡിലാണ് ഇത് കിട്ടുന്നത്. അത്താണി ഗിഫ്റ്റ് വേൾഡ്. അത്താണിയിൽ ഗിഫ്റ്റ് വേൾഡ് എന്ന് പറയുന്ന കടയുണ്ട്. 200 രൂപീസിന് നമുക്ക് ഈ ലബൂബൂനെ കിട്ടും. അപ്പോൾ നമുക്ക് ലബൂബൂനെ അവിടെ വെച്ചും പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ലബൂബൂനെ അവരൊരു ബോക്സിൽ തരും. ഞാൻ കടയുടെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് പൊളിച്ച് നോക്കി. അമ്മയായിരുന്നു എനിക്ക് ഈ കവറിൽ പൊട്ടിച്ച് തന്നത്. ഭാഗം പൊട്ടിച്ച് കരയും അമ്മ ഞെട്ടിപ്പോയി. അതിൻ്റെ തല കണ്ടിട്ട് അത്രയ്ക്കും ഭയങ്കര റെയിൻബോ കളറാണ്. കണ്ടോ, നല്ല റെയിൻബോ കളറാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുണ്ട്. ഞങ്ങൾ കുറേ കാലമായിട്ട് വാങ്ങണം. പിന്നെ ഇതാണ് എൻ്റെ ലബൂബൂനെ, ലബൂബിൻ്റെ ഫ്രണ്ട്സ്. പിന്നെ ഇവനൊരു ഫ്രൂട്ട് ഉണ്ട്. ആ ഫ്രൂട്ടിലാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ലബൂബൂനെ എടുത്ത് കൊടുക്കാറുള്ളത്. ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും കിടന്ന് ഇങ്ങനെ പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല കാരണം ഇവർ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ അറിയില്ല, എനിക്കറിയില്ല. പിന്നെ ലപ്പൂപ്പ് ശരിക്കും നമ്മുടെ ലപ്പൂപ്പ് എങ്ങനെയാ കടന്നുറങ്ങണേന്നുള്ള സംശയം. അവനെ നമ്മൾ എങ്ങനെ കിടക്കുക ഇവിടെ കിടക്കും ഇങ്ങനെ. ഇതാണ് ഇവർ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാറില്ല. ഉച്ചയ്ക്ക് ഇവർ ഇങ്ങനെ ഫ്ലവർ പില്ലോയിൽ കിടത്തുറങ്ങും. ഇതാണ് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ കൂടിക്കിടന്നുറങ്ങുക. ഇങ്ങനെയാണ് ഉച്ചയ്ക്ക് ഇവിടെ കിടത്തുറങ്ങുക. പിന്നെ രാത്രി ആകുമ്പോൾ സ്ഥലം വേണമല്ലോ. ഉച്ചയ്ക്കാകുമ്പോൾ കുഴപ്പമില്ല, നമുക്കധികം സ്ഥലമില്ലെങ്കിൽ. ഇപ്പോൾ രാത്രി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ലബൂബിൻ്റെ 2 പേരായിട്ടാണ് ഇത് കീച്ചെയിൻ ഒന്നിച്ച് കൂട്ടി വെക്കും. എന്നിട്ട് ഫ്ലവർ പില്ലോ എടുക്കും. അല്ലാതെ നിങ്ങൾ ഫ്ലവർ പില്ലോ കാണിച്ചു തന്നില്ലല്ലോ. ഇതാട്ടോ ഫ്ലവർ പില്ലോ. നിങ്ങൾക്ക് വേണ്ടവർ പറഞ്ഞാൽ മതി, ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഫ്ലവർ പില്ലോ എടുത്ത് കാണിച്ചു.
ഇവൻ സംരക്ഷിക്കും ഇവനിവിടെ കാവലിരിക്കും. ഇന്നായിരിക്കും ഇവരുടെ ചിന്ത. പക്ഷെ അവൻ കാവലൊന്നും ഇരിക്കില്ല. അവൻ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടന്നിട്ടാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിട്ട് ഇവർ കിടക്കാറ്. ചില സമയത്ത് ഞാൻ എൻ്റെ മടി കിടത്തി ഉറക്കാറുണ്ട്. എനിക്കെന്തായാലും ഇഷ്ടമാണ്, കുറേ ഇഷ്ടം. എല്ലാവർക്കും ബൈ ബൈ. പിന്നെ കാണാം.